സത്യം പറഞ്ഞാൽ ഒരു സംരംഭകന് വളരുമ്പോൾ അയാൾക്ക് ഗുണമുണ്ട് അയാളുടെ കുടുംബത്തിന്, അയാളുടെ ടീമിന്, അയാളുടെ കസ്റ്റമേഴ്സിന്, അയാളുടെ നിലനിൽക്കുന്ന ആ നാടിന്, ഗവൺമെൻറ്റിന്, എല്ലാവർക്കും ഗുണമേ ഉള്ളൂ. അതിൻ്റെ ഒരു അരികു പറ്റി എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും. പക്ഷേ അത് വിജയിച്ചു വരുമ്പോൾ, ഈ വിജയിച്ചു വരുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ചല്ല ആ ചുറ്റുപാടുള്ള ആളുകളോ അല്ലെങ്കിൽ ഒട്ടി നിൽക്കുന്ന പലരും ചിന്തിക്കുന്നത്. അയാളുടെ നഷ്ടത്തിലോ കഷ്ടത്തിലോ പരാജയത്തിലോ പതനത്തിലോ ഇനി ഒരു ദുരന്തത്തിൽ കലാശിക്കുന്ന, അത് പൊട്ടിപ്പൊളിഞ്ഞില്ലാതാവുന്നതിലോ സന്തോഷിക്കുന്ന ഒരു ചുറ്റുപാടാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കൂടപ്പിറപ്പുകൾ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, നമ്മുടെ ടീമുണ്ടാവും, നമ്മൾ വിശ്വസിക്കുന്ന പലരും ഉണ്ടാകും എന്ന് ആശ്വസിക്കുന്ന സംരംഭകൻ ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ അവിടെ നമുക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപമായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ അമൂല്യവും നമുക്ക് പറഞ്ഞറിയിക്കാനും പറ്റാത്ത ഒരു കോൺഫിഡൻസ് അബൗദ്ധികമായി കിട്ടുന്നത് അചഞ്ചലമായ ദൃഢമായ ദൈവവിശ്വാസത്തിലാണ്. ഈ ആത്മവിശ്വാസവും ദൃഢമായ ദൈവവിശ്വാസവും കൈമുതലാക്കി ആ നിക്ഷേപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് മൂലധനവും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ആക്കാൻ ഒരു സംരംഭകൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചുറ്റുപാടിനെ സപ്പോർട്ടീവായിട്ട് അതുപോലെ ഹെൽപ്ഫുള്ളായിട്ട് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും.